എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1487 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ ഒരു ചർച്ചയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയുടെ വിഷയം എംപോക്സ് ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ പ്രാധാന്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. എംപോക്സ് പല കാര്യമായിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എംപോക്സ് കേസുകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ രോഗലക്ഷണങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തിനെ കുറിച്ച് ചർച്ച ആണിന്ന്. ഇപ്പോൾ ഈ ചർച്ചയിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഈ എംപോക്സിനെ കുറിച്ച് ആമുഖമായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. താങ്ക് യു ഡോക്ടർ ഷൈല. നമസ്കാരം. നമ്മുടെ IFPHന്റെ ഈ ഒരു വിഷയം ഇന്ന് ആനുകാലിക വിഷയമായിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥയിലൂടെ 1 മിനിറ്റ്. ഈ എംപോക്സ് എന്ന് പറയുമ്പോൾ സാധാരണ മൃഗങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തന്നെ മങ്കി, കുരങ്ങന്മാരിൽ ആ വിഭാഗത്തിലുണ്ടാകുന്ന ചിക്കൻ പോക്സ് പോലെ തന്നെ അതിലും മാരകമായ ഒരു രോഗാവസ്ഥ. അത് മനുഷ്യരിലോട്ട് പകർന്നിട്ട് മനുഷ്യരിലുണ്ടാകുന്ന ഈ ചിക്കൻ പോക്സ് പോലെ അല്ലെങ്കിൽ സ്മോൾ പോക്സ് പോലെ തന്നെയുള്ള ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മറ്റ് പനിയുടെ എല്ലാ ലക്ഷണങ്ങളും ഈ രോഗത്തിനും ഉണ്ടാകാം. സാധാരണ പോലെ ശരീരവേദന, തലവേദന, കുളിര് ഇതെല്ലാം വരാം. അതിനോടൊപ്പം തന്നെ കുരുക്കൾ വരാം. കുരുക്കൾ ഒരുവിധം വലിയ കുരുക്കളാണ്. സ്കെയില് ആ കുരുക്കൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ആൾക്കാർ പേടിച്ചു പോകും. അതുപോലെ തന്നെ ഇത് വരുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. ഇങ്ങനെയൊക്കെ ഉള്ള സാധാരണ ഒരു പനി പോലെ തന്നെയുള്ള എല്ലാ ലക്ഷണങ്ങളും വരാവുന്ന രോഗം തന്നെയാണ്. അപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ചിക്കൻ പോക്സ് വരുന്ന പോലെ അതിൻ്റെ ഒരു സ്പാൻ ഒന്നോ അതിൻ്റെ ലൈഫ് ഇൻക്യുബേഷൻ പീരീഡൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. പക്ഷേ ഇത് കൂടുതലും ഇങ്ങനെ കുരങ്ങളിൽ ഉണ്ടാകുന്ന രോഗമായതുകൊണ്ട് അതുമായിട്ട് സഹവസിക്കുന്ന ആൾക്കാരിലാണ് സാധാരണ ആദ്യം ഉണ്ടാകുന്നത്. അവിടുന്ന് അത് പകർന്നിട്ട് പിന്നെ ഡയറക്റ്റ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരാവുന്ന അവസ്ഥയിലോട്ട് മാറാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വരുമ്പോൾ കൂടുതൽ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ പ്രതിരോധത്തിന് വേണ്ടി ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്നതും. പക്ഷേ ഇതിന് പ്രതിരോധം എന്നുള്ള രീതിയിൽ അലോപ്പതിക്കാർ ഒരു വാക്സിനൊക്കെ ഡെവലപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എത്ര കണ്ട് സക്സസ് ആണെന്നൊന്നും നമുക്കറിയില്ല. നമ്മളുടെ ഹോമിയോപ്പതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രോഗലക്ഷണങ്ങളാണ് എപ്പോഴും ഏറ്റവും പ്രധാനം. പിന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡുകളെല്ലാം പതോളജിക്കലി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ പതോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ MG ഗീത മാഡം ഉണ്ട്. മാഡത്തിനെ കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു അസുഖം വരുമ്പോൾ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ അത് ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ ചിക്കൻ ബോക്സുകൾക്കെല്ലാം നമ്മൾ ഒരേ മരുന്നല്ല കൊടുക്കുന്നത്. വൈറൽ ഫീവേഴ്സിനെല്ലാം ഒരേ മരുന്നല്ല കൊടുക്കുന്നത്. ഓരോരുത്തർക്കും അതിൻ്റെ രോഗലക്ഷണങ്ങൾ നോക്കി അതിൽ ഏതൊക്കെയാണോ വരുന്നത് ആ രീതിയിലാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല കേസുകളിലും നമുക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഇപ്പം പൾസാറ്റിലയുടെ സിംറ്റംസ് ആണെങ്കിൽ മിക്കവാറും വൈറൽ ഡിസീസിനെല്ലാം തന്നെ ഈ വെജിറ്റബിൾ കിണ്ടത്തിലുള്ള മെഡിസിൻസുകളാണ് ആദ്യം വരാൻ സാധ്യത. അതല്ലെങ്കിൽ മാറ്റങ്ങൾ വരികയും ചെയ്യാം. അതിൻ്റെ അടുത്ത സ്റ്റേജുകളിലാണ് മറ്റ് നമുക്ക് സ്വാഭാവികമായിട്ട് പൾസാറ്റില, അതുപോലെ തന്നെ ഇതിന്
ബെൽഡോണ വരാം, റെസ്റ്റോക്സ് വരാം. അങ്ങനെ ഏത് മെഡിസിനിലോട്ട് വേണമെങ്കിലും നമുക്ക് പോകാവുന്നതാണ്. എപ്പോഴും രോഗലക്ഷണങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതനുസരിച്ചുള്ള ഒരു മെഡിസിൻ നമ്മൾ ചൂസ് ചെയ്യുക, അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പലതരം കേസുകൾ വരും, പക്ഷെ ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യാറില്ലായിരുന്നു. ഇന്നിപ്പോഴങ്ങനെയല്ല. ഏത് രോഗം വന്നാലും അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിലുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ ഇന്ന രോഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളും അത് ആരോഗ്യ മേഖലയിലുള്ളവരെ, പ്രവർത്തകരെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഏത് കേസ്, ഇപ്പൊ ചിക്കൻ ബോക്സ് ആണെങ്കിൽ പോലും നമ്മൾ ചികിത്സിക്കുമ്പോൾ അത് അവരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അത് ആശാപ്രവർത്തകർ വഴിയോ അതല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വഴിയോ അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അതാത് മേഖലയിലുള്ള മെഡിക്കൽ ഓഫീസേഴ്സിനെ വിളിച്ച് അറിയിക്കുകയോ ചെയ്യാം. കാരണം അവർക്ക് എന്ന് വെച്ച് ചികിത്സ നമ്മൾക്ക് ചെയ്തു കൂടായികയില്ല. നമുക്ക് നമ്മളുടെ മരുന്നുകൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളും അതിന്റെ ഭക്ഷണത്തിലൊക്കെ സാധാരണ പോലെ തന്നെയുള്ള മാറ്റങ്ങളാണ്. കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം, സുഖമായിട്ട് ഉറങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, പിന്നെ ഭയപ്പാട് അകറ്റാൻ ഉള്ള രീതിയിൽ അവരോട് നമ്മൾ കൂടുതൽ സാന്ത്വന വാക്കുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത്രയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രോഗത്തെയും പോലെ തന്നെ ഈ രോഗത്തെയും നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. നന്ദി ധനേഷ് ഡോക്ടറെ. ഇനി നമുക്ക് ആധികാരികമായി ഇതിന്റെ പത്തോളജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാൻ ഗീത മാഡത്തിനെ ക്ഷണിക്കുകയാണ്. ഗീത മാഡം ഉണ്ടോ? ഗീത എംജി മാഡത്തിന്. മാഡം പത്തോളജിയാണ്. ഇനി കുറച്ച് നമുക്ക് പത്തോളജി കൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിന് സാധാരണ നമ്മള് ക്യാമറ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. കാണുന്നില്ലയോ? ഇല്ല, മുഖം കാണുന്നില്ല. മുകളിലോട്ടാണ് കാണുന്നത്. കാണാമോ? ഇപ്പൊ കാണാമോ? കാണാം. കുറച്ച് കാണാം. ഇത്തിരൂടെ ഒന്ന് ഇരുന്നോട്ടെ, ഞാൻ റെഡി ആയില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ കറക്റ്റ്. ഓക്കെ. സാധാരണ നമ്മൾ ഈ മങ്കി പോക്സ് ഒക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം സാധാരണഗതിയിൽ ഒന്നും പറയാറില്ലായിരുന്നു, അങ്ങ് പറഞ്ഞങ്ങ് വിടുകയായിരുന്നു. ഈ പോക്സ് വൈറസസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ സാധാരണ വൈറസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് DNA, RNA എന്ന് പറഞ്ഞ്, DNA വൈറസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതാണ് പോക്സ് വെറീഡിയെ ഫാമിലി, ഹെർപ്പിസ് വെറീഡിയെ ഫാമിലി. അത് രണ്ടുമാണ് സാധാരണ മെഡിക്കലി ഇമ്പോർട്ടന്റ്. ഈ പോക്സ് വെറീഡിയയിലെ അത് മെഡിക്കലി ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം അതിലാണ് സ്മാൾ പോക്സ് വൈറസ് വരുന്നത്. ആ പോക്സ് വൈറസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, കോറിഡോപോക്സ് വൈറസ് എന്നും എൻഡമോപോക്സ് വൈറസ് എന്നും. ഈ കോറിഡോപോക്സ് വൈറസിൽ വരുന്നതാണ് വേരിയോള വൈറസ്, അതായത് സ്മാൾ പോക്സ് വൈറസ്, വാക്സീനിയ വൈറസ്, ഈ മങ്കി പോക്സ് വൈറസ്, ക്യാമൽ പോക്സ് വൈറസ്, ബഫല്ലോ പോക്സ് വൈറസ്. ഇതെല്ലാം ഒരു ലാർജസ്റ്റ് പോക്സ് വൈറസ് ആയിട്ടാണ് ഈ വൈറസിനെ കണക്കാക്കുന്നത്. DNA വൈറസിലെ ഏറ്റവും ലാർജസ്റ്റ് ആണ് പോക്സ് വൈറസ്. ഈ പോക്സ് വൈറസ് പ്രധാനമായിട്ട് സ്മോൾ പോക്സ് പഠിപ്പിക്കുമ്പോഴാണ് വരുന്നത്. അതിലെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് പറയുന്നതാണ് ഈ മങ്കി പോക്സ് വൈറസ്. ആഫ്രിക്കയിലാണ് അത് ആദ്യം ഐസൊലേറ്റ് ചെയ്തത്. DNA തന്നെയാണ് വൈറസ്. ആഫ്രിക്കയിലെ ഇതിന്റെ ഇൻസെക്ട് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ത്രൂ മങ്കി പോക്സ് എന്ന് പറയുന്നെങ്കിലും ഒരു രീതിയിലുള്ള റോഡൻസ് ആണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് പെറ്റ് പ്രിയക്രെ എന്ന് പറയുന്ന ഒരു ഇതാണ്. അതായത് സ്കുറിൽ വർഗത്തിൽപ്പെട്ട അണ്ണാനിൽ വരുന്നത് റോഡൻസുമായിട്ട് സാമ്യമുള്ളത്. ഇതിനെ ഡോഗ്സ് എന്ന് പറയും. അത് പറയുന്നത് ഇത് രക്ഷപ്പെടാൻ വേണ്ടി കുരയ്ക്കുന്ന ശബ്ദം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് റോഡൻസിൽ നിന്നാണ് ഇത് മങ്കിയിൽ വന്നതെന്നാണ് പറയുന്നത്, ഒരു രീതിയിലുള്ള വലിയ എലികള്. അതുകൊണ്ട് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് എപ്പോഴും റോഡൻസ് ആണ് ഏജൻസ് എന്ന് പറയുന്നു, മങ്കി പോക്സ് എന്ന് പറയുന്നെങ്കിൽ. അങ്ങനെ ഒരു മങ്കി കോളനിയിൽ ഇത് വന്നു ആഫ്രിക്കയിൽ.
അതുകൊണ്ടാണ് ഇതിനെ മങ്കി പോക്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2003 US വന്നു. അങ്ങനെ ഒരു 70 പേർക്കോളം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ പോക്സിനെക്കാട്ടിലും ഇതിന് സാമ്യം സ്മോൾ പോക്സുമായിട്ടെന്നാണ് പറയുന്നത്. ഈ സ്മോൾ പോക്സിലാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ഇറപ്ഷൻസും ഒരേ സ്റ്റേജിൽ തന്നെ കാണുന്നു. അതായത് സ്കിൻ ലീഷൻസ് എന്ന് നമ്മൾ പഠിക്കുന്ന മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, പസ്റ്റ്യൂൾ. ഈ മങ്കി പോക്സില് വെസിക്കിൾ ആയിട്ടാണ് കാണുന്നത്. ഫ്ലൂയിഡ് ഫിൽഡ് ഇറപ്ഷൻസ് ആണ്, പസ്റ്റ്യൂൾ അല്ല, പസ് ഇല്ല. ചിക്കൻ പോക്സില് പസ് നിറഞ്ഞതും കാണാം. എല്ലാ സ്റ്റേജിലുള്ള ഇറപ്ഷൻസ് ഒരേ സ്റ്റേജിൽ കാണാം. ഇത് സ്മാൾ പോക്സ് പോലെ തന്നെ വെസിക്കുലാർ ഇറപ്ഷൻസ് ആണ്. ഇത് സ്മാൾ പോക്സുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണെന്നാണ് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ലിംഫഡിനോപ്പതിയാണ്. നമ്മുടെ സെർവിക്കൽ ലിംഫ് നോഡ്സ്, ആക്സിലറി, ഇൻഗ്യുനൽ, പോപ്ലേറ്റ് എല്ലാ ലിംഫ് നോഡ്സിനും എൻലാർജ്മെന്റ് വരാം. ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ഈ ജർമ്മൻ മീസിൽസിലൊക്കെ കാണുന്ന പോലെ കാണാറുണ്ടെന്നാണ് പറയുന്നത്. ഇറപ്ഷൻസ് കയ്യിലും കാലിലും എല്ലാം കാണുന്നുണ്ട്. വെസിക്കുലാർ ലാർജ് ഇറപ്ഷൻസ് ആണ്. പിന്നെ ബാക്കിയുള്ള വൈറൽ ഡിസീസസ് തുടങ്ങുന്നത് പോലെ തന്നെയുള്ള പ്രൊഡ്രോമൽ സിംറ്റംസ് എല്ലാം കാണാം. അതായത് സ്ലൈറ്റ് ഫീവർ, റണ്ണിങ് നോസ്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വിശപ്പില്ലായ്മ, ഫറ്റീഗ്, ലോസ് ഓഫ് സ്ലീപ്പ്, ഹെഡ് ഏക്ക് എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ഈ റാഷസ് വരുന്നത്. ഒരു 2 ആഴ്ചയൊക്കെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ടും പറയുന്നത്. പെട്ടെന്ന് ഇത് പോവുകയും ചെയ്യും. സ്മോൾ പോക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മൈൽഡർ ഫോമാണ്. സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെ വളരെ മൈൽഡ് ആയിട്ടാണ് കാണുന്നത്. ഇതിനധികം ലബോറട്ടറി ഡയഗ്നോസിസ് ഒന്നും അങ്ങനെ പറയുന്നില്ല. സീറം എക്സാമിനേഷനും ഈ വൈറസ് ആണെങ്കിൽ പോക്സ് വൈറസിന്റെ വെറൈറ്റി ആയതുകൊണ്ട് ലാർജസ്റ്റ് വൈറസ് ക്യാൻ ബി സീൻ ഓർ സ്റ്റഡീഡ് വിത്ത് ആൻ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ വൈറസസും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് പഠിക്കുന്നെങ്കിലും ഇതിനൊക്കെ ലൈറ്റ് മൈക്രോസ്കോപ്പ് കൊണ്ട് പഠിക്കാം. പിന്നെ അതുപോലെ PCR ചെയിൻ റിയാക്ഷൻസും സീറോളജിക്കൽ എക്സാമിനേഷൻസും ഒക്കെ തന്നെയാണ് പറയുന്നത്. വളരെ മൈൽഡ് ആയിട്ടുള്ളതാണ്. ഇറ്റ് മേ ഗോ വിത്തൗട്ട് ട്രീറ്റ്മെന്റ് എന്നും ചില PM ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ലല്ലോ മങ്കി പോക്സ്. നമ്മൾ അധികം കാണാൻ ഇനിയിപ്പോ വരുമായിരിക്കും, എന്തോ അറിയത്തില്ല. ലിംഫഡിനോപ്പതി ഇതിനുണ്ടാവുമെന്നാണോ പറയുന്നത്? ലിംഫഡിനോപ്പതി ഇതിനുണ്ട്. സ്മാൾ പോക്സിന് അങ്ങനെ ലിംഫഡിനോപ്പതി ഇല്ല. അന്നേരം നമ്മുടെ ഡേവിഡ്സൺ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്മാൾ പോക്സ് ഇറപ്ഷൻ ആൻഡ് ദിസ് മങ്കി പോക്സ് ഇറപ്ഷൻ. പക്ഷേ ഇറ്റ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് ലിംഫഡിനോപ്പതി. ലിംഫഡിനോപ്പതി ഈ പേഷ്യൻസിന് കാണുമെന്നാണ് പറയുന്നത്. വളരെ ചെറിയ ഡിസ്ക്രിപ്ഷൻസേ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്നുള്ളൂ. പിന്നെ നമുക്കിപ്പം ചികിത്സിക്കാനാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മെർക്സോള്, റെസ്റ്റോക്സ് ഇതൊക്കെ തന്നെയായിരിക്കാം വരുന്നത്. ശരിയുള്ള വെസിക്കുലാർ ഇറപ്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ റെസ്റ്റോക്സ് വരാറുണ്ട്, മനസ്സിനല്ല അതുപോലൊക്കെ. അതായത് ഫ്ലൂയിഡ് ഫീൽഡ് ഇറപ്ഷൻസേ ഉള്ളൂ, പസ്റ്റ്യൂൾസ് ഇല്ല, വലിയ സ്കാപ്പ് ഫോർമേഷൻ ഒന്നും ഇല്ല, പിഗ്മെന്റേഷനോ സ്കാർ ഫോമിങ്ങോ ഒന്നുമില്ല. സ്മാൾ പോക്സിനൊക്കെ ആണെങ്കിൽ അടയാളം വരുമല്ലോ, ഇത് അതുപോലൊന്നും ഇല്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയൊക്കെയാണ് അറിയാവുന്നത്. ഓക്കെ, നന്ദി മാഡം. അപ്പൊ ഈ എന്തായാലും അതിനെ കുറിച്ചുള്ള പത്തോളജി നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടായി. ഇനിയിപ്പോ നമുക്ക് അതിന്റെ മെഡിസിൻ ഏതൊക്കെയാണ്, കൂടുതൽ ഇൻഡിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമുക്ക് സീനിയർ ഡോക്ടേഴ്സ് ഹരിഹരൻ സാർ ഉണ്ടായിരുന്നല്ലോ. ഹരിഹരൻ സാറെ മ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. ഹരിഹരൻ സാർ. ഞാന് കേട്ടു, ഗീത മാഡം പറഞ്ഞത് കേട്ടായിരുന്നു. ഞാനത് ഈ ഇംബോക്സ് എന്ന് പറഞ്ഞപ്പം കുറച്ച് ദിവസം മുമ്പ് ഞാൻ നെറ്റിൽ എടുത്ത് നോക്കി എന്താ ഇതിൻ്റെ പ്രത്യേകത, എന്താണ് ഇതെന്ന് ഞാൻ നോക്കിയായിരുന്നു. അതിനകത്ത് വലിയ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ല. ഇറ്റ് ഈസ് ലൈക്ക് ചിക്കൻ പോക്സ് ഓർ സ്മാൾ പോക്സ് ലൈക്ക് ഇറപ്ഷൻ എന്നൊക്കെ തന്നെ പറയുന്നുള്ളൂ. പിന്നെ ലിംഫഡിനോപ്പതി പറയുന്നുണ്ട്, പിന്നെ ഫീവർ പറയുന്നുണ്ട്, ടെമ്പറേച്ചർ, പിന്നെ ബോഡി പെയിൻ,
ഒക്കെ പറയുന്നുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമാണെന്ന് തോന്നുന്നേ ഇല്ല. ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് കേസ്. പക്ഷെ ഇവരെ ഒത്തിരി എക്സാഗ്രേറ്റ് ചെയ്യുന്നു. എന്തിനാ ഇത്ര എക്സാഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ സിംറ്റം ഹോമിയോപ്പതിക് ഡോക്ടറെ സംബന്ധിച്ച് ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അത് നമ്മൾ അത് ഒരു പിന്നെ പേഷ്യൻറ്റിനെ എപ്പോഴും നമ്മൾ ഇത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. ക്വാറന്റൈൻ നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും ക്വാറന്റൈൻ ഏർപ്പെടുത്തണം. വലിയ ഇതൊന്നും കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടാക്കരുത്. പിന്നെ ഇതനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കണം. ബെസ്റ്റ് മെഡിസിൻസ് നമുക്ക് ചിക്കൻ ബോക്സിലുണ്ടല്ലോ, ഇഷ്ടംപോലെ മെഡിസിൻ ഉണ്ട്. അപ്പം ഗീതാ മാഡം പറഞ്ഞ കണക്ക് റെസ്റ്റോക്സ്, പിന്നെ ഈ ലിംഫഡിനോപ്പതി ഒക്കെ ഉണ്ടെങ്കിൽ മർസോൾ കൊടുക്കാം. പിന്നെ അതിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് ഫസ്റ്റ് ഇറപ്ഷൻ വരുമ്പോൾ അക്കോണൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഓഫ് ആൾ അക്കോണൈറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ആങ്സൈറ്റി ആൻഡ് ഫിയർ ഓഫ് ഡെത്ത് ഇതെല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അക്കോണൈറ്റ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ശരിക്കും പറയാം മെലാൻഡ്രിനും കൊടുക്കാമോ എന്ന് ഒരു ചാറ്റിലെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. മെലാൻഡ്രിനൊന്നും ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തിനാ മെലാൻഡ്രിനൊന്നും ആ സമയത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ അക്കോണൈറ്റ് കൊടുക്കണം. കാര്യം ഈ ഫീവർ, ഇങ്ങനത്തെ ഫീവർ വരുമ്പം ഈ പേഷ്യൻറ്റിന് ഫിയർ ഉണ്ടാവും. ആ ഫിയർ നമ്മൾ അറസ്റ്റ് ചെയ്യണം. അത് അതിന് ഏറ്റവും ബെസ്റ്റ് അക്കോണൈറ്റ്. ഞാനാണെങ്കിൽ അക്കോണൈറ്റ് വണ്ണം തന്നെ കൊടുക്കും. ഒരു മൈൽഡ് ഡോസ്, അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് ഒരു സ്പൂൺ കൊടുക്കും. ഏത് ഇങ്ങനത്തെ കേസ് വന്നാലും ഭയപ്പാട് മാറ്റണം. ആ ഭയപ്പാടിൽ നിന്നാണ് പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അതിനകത്തേയും കൊണ്ട് കുഴപ്പമില്ല, ഈ നിസ്സാരമായിട്ട് പോകുന്ന രോഗമേ ഉള്ളൂ. 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ അസുഖം ഭേദമാകും. നിങ്ങൾ സുഖമായിട്ട് വീട്ടിലിരിക്കുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. പിന്നെ അനാവശ്യമായിട്ടുള്ള ഒത്തിരി ഈ ഫുഡ് റെസ്ട്രിക്ഷനും കൊടുക്കരുത്. ഉപ്പ് ഞാൻ സാധാരണയായിട്ട് ഇപ്പം ഉപ്പ് അവോയ്ഡ് ചെയ്യാറില്ല. ഉപ്പ് ചേർത്ത് തന്നെ ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ എന്താ വീട്ടിൽ കഴിക്കുന്നത് അത് തന്നെ കൊടുക്കാൻ പറയാം. അത് പിന്നെ പക്ഷേ മീനും ഇറച്ചിയും മുട്ടയും, അധിക എരിവ്, പിന്നെ ബേക്കറി സാധനങ്ങൾ, മദ്യം, പുകവലി ഇതെല്ലാം ഒഴിവാക്കണം. അങ്ങനത്തെ ഫുഡ് റെസ്ട്രിക്ഷൻസോട് കൂടി നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് മെഡിസിന് വരുന്നത്, ഇതിൻ്റെ ഇറപ്ഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ റെസ്റ്റോക്സ് ആണ് വരുന്നത്. ആ റെസ്റ്റോക്സ് നമ്മൾ ഇപ്പം സെൻറ്റിസ്മൽ പൊട്ടൻസി ആണെങ്കിൽ 30 കൊടുക്കാം. ഞാൻ സാധാരണ 2 hour ഇൻ്റർവെല്ലിൽ വെച്ച് തന്നെ കൊടുക്കും. 2 hour ഇൻ്റർവെല്ലിൽ കൊടുക്കും. പക്ഷേ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വലിയ വണ്ണം കൊടുക്കും. ഒരു 3 ഡോസ് കൊടുക്കും, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ. പിന്നെ കൊടുക്കാറില്ല. ആ ബ്രെയിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, പിന്നെ വേറെ പ്രോബ്ലം ഉണ്ടാവരുത്. പിന്നെ ടെമ്പറേച്ചർ വരികയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഫെറംഫോസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. ഒരു ഫസ്റ്റ് ഇൻറ്റൻഷൻ ഒരു ഇൻഫ്ലമേഷൻ തടയണം എന്ന് വിചാരിച്ച് കൊടുക്കും. ഇത് 1 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചികിത്സിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ ഇതിൻ്റെ പറയുവാണ്. ഏതാണ്ട് 1 week ഒക്കെ കഴിയുമ്പോഴത്തേക്ക് സാധാരണ ഒരു 5 days കഴിയുമ്പോൾ ഇറപ്ഷൻസ് എല്ലാം പൊങ്ങും. ഇറപ്ഷൻസ് എല്ലാം പൊങ്ങി എല്ലാം കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്തത് ഹീലിംഗ് ഫേസാണ്. അപ്പോൾ ആ ഹീലിംഗ് ഒരു ഫസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവും. ആ ഫസ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട മെഡിസിന് ശരിക്കും പറഞ്ഞാൽ പൈറോജൻ സ്റ്റാർട്ട് ചെയ്യണം. പൈറോജനും ഹെപ്പാറും കൂടെ. സാറേ, ഇപ്പൊ ഗീത മാഡം പറഞ്ഞതേ, ഈ എംപോക്സിന് ഫസ്റ്റുലാർ സ്റ്റേജ് ഇല്ല, വെസിക്കുലാർ സ്റ്റേജ് വന്ന് മാറിയാണെന്നാണ്. അത് ശരിയായിരിക്കും. ഞാനും ചിന്തിച്ചിട്ടില്ല. അപ്പം ഗീത മാഡം പറയുന്നത് ഫസ്റ്റുലാർ സ്റ്റേജ് ഇല്ല എങ്കിൽ റെസ്റ്റോക്സ് കൊടുക്കുമ്പോൾ തന്നെ സബ്സൈഡ് ചെയ്യുമായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞത് ഒരു ഇറപ്ഷൻ വരുമ്പോൾ അതിനില്ലായിരിക്കും, പക്ഷേ സെക്കൻഡറി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും അതാണല്ലോ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. സെക്കൻഡറി ഇൻഫെക്ഷൻ വരും. അത് ആ സമയത്ത് സെക്കൻഡറി ഇൻഫെക്ഷൻ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ ഉപയോഗിക്കാം, ഹെപ്പാറും പൈറോജനും ഉപയോഗിക്കാം. പിന്നെ അത് ഹീലിംഗ് ഫേസ് ആയില്ലേ. ഹീലിംഗ് ഫേസ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് പൊറ്റ പിടിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ ചികിത്സിക്കുമ്പോഴത്തേക്ക് ശരിക്കും പൊറ്റ പിടിക്കും. ഇതിന് സാർ അങ്ങനെ പൊറ്റ പിടിക്കുന്നതായിട്ട് പറയുന്നില്ല, സ്കാബ് ഫോർമേഷൻ പറയുന്നില്ല. എല്ലാം കൂടുതലും വെസിക്കിൾസ് ആയിട്ട് കാണുമെന്നാണ് പറയുന്നത്.
പിന്നെ നമുക്ക് കണ്ടു പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ. ഇത് നമുക്കറിയാൻ ടെക്സ്റ്റ് മേല, ബുക്കിൽ നിന്ന് നമുക്കറിയാൻ അറിഞ്ഞ. പിന്നെ നമുക്കറിയാം. ഇതിന് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് വേറെ 2 കണ്ടീഷനൂടെ പറയുന്നുണ്ട്. ഒരു റിക്കറ്റ്ഷ്യൽ പോക്സ് ഇൻസെക്ട് ബൈറ്റിൽ, അതിൽ മാത്രമേ ഇതുപോലുള്ള റാഷസ് കാണുമെന്നാണ് പറയുന്നത്. വെസിക്കുലർ റാഷസ് കാണുന്ന കണ്ടീഷനിൽ ഈ മങ്കി പോക്സ്, റിക്കറ്റ്ഷ്യൽ പോക്സ്, ഈ റിക്കറ്റ്ഷ്യ എന്ന് പറഞ്ഞൊരു ഓർഗാനിസം ഉണ്ട്, അതുകൂടാതെ ഇൻസെക്ട് ബൈറ്റിലും അതിൽ വരുന്ന ഇറപ്ഷൻസ് 3ഉമാണ് ഒരുപോലെ ഇരിക്കുന്നതെന്നാ പറയുന്നത്. അത് ശരി, അത് ശരി. ആ, ഇത് അതാണ് മങ്കി, നമ്മുടെ. ഇത് മങ്കിയിലൂടെ മാത്രമല്ല എല്ലാ അത് റോഡൻസ് ആണ് സാറേ പറയുന്നത്. rodents- റോഡൻസ് കൂടുതലും മങ്കി പോക്സ് എന്ന് പറയുന്നെങ്കിലും ഇത് റോഡൻസിൽ നിന്നാണ് വരുന്നത്. റോഡൻസും പിന്നെ സ്കുറിൽ, ഒരു അണ്ണാന്റെ വർഗത്തിലുള്ള ഒരു പെറ്റ് പ്രേരി ഡോഗ്സ് എന്നാണ് അതിനെ പറയുന്നത്. അത് കുരയ്ക്കുമ്പോൾ പട്ടിയുടെ പോലുള്ള ശബ്ദം വരുന്നോണ്ട് അങ്ങനെ പറഞ്ഞ് അതിനെ പെറ്റ് ചെയ്തവർക്ക് കൂടുതൽ അസുഖങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണുന്നു എന്നാണ് ഇതിന്റെ ഒരു ലിറ്ററേച്ചറിൽ പറയുന്നത്. ഇത് ഈ വെസിക്കിൾസ് പൊട്ടുമ്പോ ഇതിനകത്ത് ഈ വൈറസ് ഉണ്ടാവത്തില്ലേ? വൈറസ് കാണാം. വൈറസ് കാണുമ്പോ അത് ഈ അങ്ങനെ ഡയഗ്നോസ് ചെയ്യാം. അപ്പൊ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബോക്സിന്റെ പോലെ തന്നെ ആ വൈറസ് ശ്വസിച്ചു കഴിയുമ്പോൾ അത് പിന്നെ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നു സാറേ, ട്രാൻസ്മിഷൻ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓർ ഹ്യൂമൻസ് ടു ഹ്യൂമൻസ് വെരി വെരി റെയർ എന്നാണ് പറയുന്നത്. നമുക്ക് മനുഷ്യരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നത് വളരെ അപൂർവമാണ്. ഈ ഇതുപോലെ മങ്കിയോ റോഡൻസോ അവരിൽ നിന്നാണ് കിട്ടുന്നതെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പേടിച്ച് വാക്സിൻ ഒന്നും പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ഞാനും അങ്ങനെ വിചാരിച്ചു. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ റെയർ എന്നാ പറയുന്നത്. പിന്നെ പേടിക്കാനില്ല. ഇല്ല, പേടിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഇല്ല ഡോക്ടറെ, പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിതിനെ സംബന്ധിച്ച് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള നോളജേ ഉള്ളൂ, മൈക്രോബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ പറയുന്നത്. പിന്നെ ട്രോപ്പിക്കൽ ട്രാവലേഴ്സിന്, ട്രോപ്പിക്കൽ കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ടെന്ന് പറയുന്നു. ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഡോക്ടറെ ഇപ്പൊ സമയമുള്ളത് കൊണ്ട് പറയുക, എൻ്റെ ആ ഏർലി പ്രാക്ടീസിൽ ഒരു പെൺകുട്ടി ഈ ആറ്റിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കരിമീൻ വന്ന് ഈ കുട്ടിയുടെ കാലെ കടിച്ചു. അപ്പോൾ കാലെ കടിച്ചു. അപ്പോൾ ആറ്റു തീരത്തല്ലേ, അവർക്ക് കരിമീൻ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ കുട്ടിയുടെ ദേഹത്ത് ഈ ഇറപ്ഷൻ ഉണ്ടായി. ഇങ്ങനെ ഫോം ചെയ്തു. അത് പിന്നെ അന്നത്തെ കാലത്ത് സ്മാർട്ട് പോക്സ് അല്ല ചിക്കൻ പോക്സ് ആണെന്നും പറഞ്ഞ് ചികിത്സയും തുടങ്ങി. അന്ന് ഒരു ഹോമിയോ ഡോക്ടർ നമ്മുടെ അമ്പലപ്പുഴ താമസിച്ചിരുന്നു, ഡോക്ടർ വാസവൻ എന്ന് പറഞ്ഞു. എല്ലാ CHP-കാരനാണ്, മരിച്ചുപോയി. അപ്പൊ ഇവര് ഈ ഡോക്ടറെ വിളിച്ചോണ്ട് വന്ന് കാണിച്ചപ്പോഴത്തേക്ക് അങ്ങേര് അത് നോക്കി വെച്ച് പറഞ്ഞു, ഇത് ചിക്കൻ പോക്സ് ആണെന്ന് തോന്നുന്നില്ല, ഇത് സ്മാർട്ട് പോക്സ് ആണെന്നാ തോന്നുന്നേ എന്ന് പറയുകയും അങ്ങേര് മരുന്ന് കൊടുത്തു. പക്ഷെ ആ കുട്ടി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. 14 വയസ്സേ ഉണ്ടായിരുന്നു. അതാ ഇറപ്ഷൻസ് എല്ലാം കൂടെ ഇങ്ങനെ വന്ന് ആ സ്മാർട്ട് പോക്സിന്റെ എല്ലാ വിർലൻസും കാണിച്ച് മരിച്ചു. പക്ഷെ ആ കുട്ടിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അച്ഛൻ. അദ്ദേഹം ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനമൊക്കെയായിരുന്നു. അദ്ദേഹം വീട്ടിലുള്ളവരെ എല്ലാവരെയും അവിടുന്ന് മാറ്റിയിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് അവർക്ക് വേണ്ട അവർക്ക് ആ വെള്ളവും മറ്റു കാര്യങ്ങളും വീശി കൊടുക്കുകയും എല്ലാം ചെയ്ത് അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു കേട്ടോ. ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് മാൻ. അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു, ഒരു സാമൂഹ്യ പ്രവർത്തകനും. സാധാരണ ഉള്ള സാമൂഹ്യ പ്രവർത്തനം ആയിരുന്നില്ല, അദ്ദേഹം വലിയ ഗ്രേറ്റ് മാൻ. എന്നിട്ട് അദ്ദേഹം തന്നെ ആ കുട്ടിയെ തോളിലേറ്റി കൊണ്ടുപോയി വീട്ടുപറമ്പിൽ എഴുന്നേറ്റിരിക്കും. ഞാനിതൊക്കെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ സീരിയസ് ആയിട്ട് വേണം ഏത് ചെറിയ രോഗത്തെയും അപ്രോച്ച് ചെയ്യാനായിട്ട്. അദ്ദേഹത്തിന് അസുഖം വന്നില്ലല്ലോ. അദ്ദേഹത്തിന് അസുഖം വന്നില്ല. അതാണ് ഇൻസെക്ട് ബൈറ്റ് ആണോ എന്ന് അറിഞ്ഞൂടാ. ഈ കുട്ടിയുടെ റീസൺ പറയുന്നത്, ഇവള് കുളിച്ചോണ്ടിരുന്നപ്പോ
ഒരു കരിമീൻ വന്ന് കടിച്ചു. കരിമീനൊന്നും ആയിരിക്കില്ല കടിച്ചത്. വേറെന്തെങ്കിലും വേറെ ആയിരിക്കാം. വേറെ എന്താണെന്നറിയില്ല. അതാണ് ഒരു റീസൺ ആയിട്ട് പറയുന്നത് അതാണ്. പക്ഷെ 2 ആഴ്ച 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇറപ്ഷൻ തോന്നി. ഇത് പണ്ട് സ്മാൾ പോക്സ് വന്നാൽ മരിക്കുമായിരുന്നു തോന്നുന്നു അല്ലേ? പണ്ട് സ്മാർട്ട് പോക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഡോക്ടറെ? എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ ആ ഏരിയയിലുള്ളവരെല്ലാം മാറിപ്പോവും. എന്നിട്ട് ഈ മനുഷ്യനെ, ഈ രോഗിയെ മാത്രം അവിടെ കിടക്കും. എന്നിട്ട് അപ്പോൾ ഈ മന്ത്രവാദികൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. മന്ത്രവാദികൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ട്. വായിൽ ഈ കുങ്കുമൊക്കെ അങ്ങോട്ട് പൂശി അവരാണ് പിന്നെ നോക്കുന്നത്. മദ്യപാനവും അതെല്ലാം ഇവർ വീട്ടുകാർ പ്രൊവൈഡ് ചെയ്യണം. വീട്ടുകാർ വിട്ടേച്ചങ്ങ് പോകും. അവര് മദ്യപാനവും ഒക്കെ ആയിട്ട് ആ വീട്ടിലങ്ങ് കൂടിയിട്ട് എന്നിട്ട് ഈ ആള് എന്തായാലും മരിച്ചു പോകുമല്ലോ. എന്നിട്ട് ഇവരാണ് ഈ കുട്ടിയെ ഈ ആളിനെ ദഹിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇവരാണ്. എന്തൊരു ഇത് പൈശാചികമായിരുന്നു ആ കാലത്ത്. എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓർക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ഈ വാക്സിനേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, വാചാലമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒരു ദുഃഖകരമായ സത്യമുണ്ട്. ആ സ്മാർട്ട് പോക്സ് ഇപ്പം സംവാട്ട് മുഴുവനായിട്ടല്ല, സംവാട്ട് ഇറാഡിക്കേറ്റഡ്. കാണാറേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ വാക്സിനേഷനെ കുറ്റം പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഡിസ്ക്രിമിനേഷൻ വേണം. അപ്പം നമ്മൾ കോവിഡ് വാക്സിനെ കുറിച്ച് പറയാം, പക്ഷെ ടോട്ടലി വാക്സിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് ഈ പോളിയോമൈലൈറ്റിസ്. എൻ്റെ ഒരു ബന്ധപ്പെട്ട കുട്ടി, സമയമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇതൊക്കെ കേട്ടോ. പൊതുവെയുള്ള ഒരു ചർച്ചയായതുകൊണ്ട് നമുക്ക് ഈ എംപോക്സിനെ കുറിച്ച് അധികമൊന്നും ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. എന്നാലും ഞാൻ എൻ്റെ ആദ്യകാല പ്രാക്ടീസിലും അറിവുള്ളിടത്തിലും പറയുകയാണ്, ഈ പോളിയോമൈലൈറ്റിസ് വാസ്തവത്തിൽ ഈ പോളിയോമൈലൈറ്റിസിൻ്റെ വാക്സിനേഷൻ കൊണ്ടാണ് ഇപ്പം ഇറാഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊരു മാരകമായ രോഗമായിരുന്നു. ഇപ്പം അധികം ഇല്ലല്ലോ. ഇല്ല. എൻ്റെ കുട്ടികൾക്ക് ഞാൻ വാക്സിനേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു 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 ഫിലോസഫിക്കലായിട്ടുള്ള കൺവിൻസിങ്ങും ഒരു ഐഡിയോളജിക്കൽ കൺവിൻസിങ്ങും കൊണ്ടാണ് വാസ്തവത്തിൽ അന്ന് ഞാൻ ചെയ്യാതിരുന്നത്. എൻ്റെ ഏർലി പ്രാക്ടീസ് 2 കുട്ടികളുണ്ടായാലും 2 പേർക്കും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർ പറയുമായിരുന്നു, നീ ഇന്ന ആളിനെ കണ്ടില്ലേ, ആ കുട്ടിക്ക് പോളിയോമൈലൈറ്റിസ് ആണ്, പെൺകുട്ടിയാണ്, അവളുടെ കാലൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, ഇതിനെ എടുക്കണ്ടേ, പോളിയോ വാക്സിനേഷൻ എടുക്കണ്ടേ. എൻ്റെ ബ്രദേഴ്സും ഒക്കെ പറയുമായിരുന്നു. വേറെ വെൽ എഡ്യൂക്കേറ്റഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനെടുക്കണം, ഞാൻ ഹോമിയോപ്പതി മരുന്നുണ്ട്, ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇതൊരു ഒരു നോട്ട്ബുക്ക് തന്നെ എൻ്റെ ക്ലിനിക്കിലുണ്ടായിരുന്നു, ഈ വാക്സിനേഷൻ പകരം കൊടുക്കാൻ. അന്ന് അത് ആശ്രയിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. അത് ഞാൻ ഓരോന്ന് വെച്ച് ഞാൻ ചെയ്യുമായിരുന്നു. ഈ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അതായത് ഈ പോളിയോമൈലൈറ്റിസിനൊക്കെ ഞാൻ ലാത്തിറസ് 1 ആണ് സ്റ്റാർട്ടിങ്. അത് 2 വീക്സ് കഴിഞ്ഞിട്ട് അതിന് 10 കൊടുക്കും. എന്നിട്ട് ഒരു 3 months ഒക്കെ കഴിയുമ്പോൾ 10 കൊടുക്കും. അത് കഴിഞ്ഞ് CM വരെ കൊടുത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അവർക്കാർക്കും ഒരു പ്രോബ്ലം വന്നില്ല. അതുപോലെ തന്നെ BCGക്ക് ട്യൂബർക്കുലിനും കൊടുക്കുമായിരുന്നു. മറ്റേ ഇതിന് ഓപ്പിംഗ് കഫിനും ഞാൻ കൊടുക്കുമായിരുന്നു. ഓപ്പിംഗ് കഫിന് കൊടുത്തുകൊണ്ടിരുന്ന ഡ്രൊസേറയല്ല, വേറെ ഒരു മെഡിസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞാൻ മറന്നു. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. ഞാൻ പിന്നെ കൊടുക്കാറില്ല. ഇപ്പം ഞാൻ കൊടുക്കാറില്ല. അതുകൊണ്ട് ഈ എംപോക്സിനും വാസ്തവത്തിൽ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് കൊടുക്കാം. അത് ഒന്ന് പറഞ്ഞോട്ടെ സാറേ, ജയലളിത ഡോക്ടർ നേരത്തെ പറഞ്ഞ സ്മാൾ പോക്സിന് മെലാൻഡ്രിനം ഓറിക്കില് കിടക്കുന്നു, മെലാൻഡ്രിനം പ്രിവെന്റീവായിട്ട് കൊടുക്കാം. നമ്മളിപ്പോ ഇതുവരെ പ്രിവെന്റീവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല ജയലളിത ഡോക്ടറെ. ഇപ്പൊ ട്രീറ്റ്മെന്റിന് ഉള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മെലാൻഡ്രിനം ഈ മങ്കി പോക്സിന് പ്രിവെന്റീവായിട്ട് കൊടുക്കാമോ എന്നുള്ളത് ഇനി വരും ചർച്ചയിൽ. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ എംപോക്സിനെ കുറിച്ച് എന്തെങ്കിലും പ്രാക്ടീസ് അതിലെ മെഡിസിൻ
പാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ ഡോക്ടേഴ്സ്. ഹാൻഡ് റൈസ് ചെയ്ത് ചെയ്യാത്തിടത്തോളം ഹരിഹരൻ സാറ് ഗീതാ മാഡം ഒക്കെ സംസാരിക്കും. ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ദയവായി അവർ ഹാൻഡ് റൈസ് ചെയ്യണം. തീർച്ചയായിട്ടും അവരെ വിളിക്കാം. ഹരിഹരൻ സാറെ തുറന്നോളൂ. അതുകൊണ്ട് നമുക്ക് ഈ എംബോക്സിനും ഇതുപോലെ തന്നെ പ്രിവെന്റീവായിട്ട് കൊടുക്കാം. പ്രിവെന്റീവായിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷേ അത് ഈ എൻ്റെ ഇതനുസരിച്ച് നമുക്ക് പ്രിവെന്റീവായിട്ട് ഞാൻ സാധാരണയായിട്ട് ഈ ചിക്കൻ ബോക്സിന് കൊടുക്കുന്ന വേറെ ഇതിനകത്തൊക്കെ വേരിയോളിനും കൊടുക്കാം എന്നെല്ലാം പുസ്തകത്തിനകത്തൊക്കെ കാണാറുണ്ട്. പക്ഷെ വേരിയോളിന് സാധാരണയായിട്ട് ചിക്കൻ ബോക്സിന് ഞാൻ കൊടുക്കാറില്ല. കാര്യം അത് വേരിയോളിനും സ്മാൾ പോക്സിനാണെങ്കിൽ വേരിയോളിനും ഇറ്റ് ഈസ് യൂസ്. ഈ ചിക്കൻ ബോക്സിന് ഞാൻ സാധാരണ കൊടുക്കുന്നത് റെസ്റ്റോക്സ് ആണ്. റെസ്റ്റോക്സ് 1 ആണ് ഞാൻ സാധാരണയായിട്ട് കൊടുക്കാറുള്ളത്. കുറെ ഇഫക്റ്റീവായിട്ട് കാണുന്നുമുണ്ട്. പ്രിവെന്റീവ് ആണോ? പ്രിവെന്റീവായിട്ട് റെസ്റ്റോക്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. കാര്യം റെസ്റ്റോക്സിന്റെ ഇറപ്ഷൻ ആണല്ലോ. അത് കാണുമ്പോൾ നമുക്കറിയാമല്ലേ, റെസ്റ്റോക്സിന്റെ അല്ലേ ആ സിംറ്റംസ് എല്ലാം കാണിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ, ബോഡി പെയിൻ, ഇറപ്ഷൻ. സാറേ അങ്ങനെ ഉള്ളപ്പോഴേ സാറിന് അതിന്റെ ലോവർ പൊട്ടൻസി അല്ലേ നമ്മൾ സാറിന് പ്രിവെന്റീവായിട്ട് കേൾക്കുന്നത് അല്ല ഉപയോഗിക്കുന്നത്? ഒരു ഡിപ്പെൻസ്. അത് ഞാൻ സാധാരണയായിട്ട് 1 വണ്ണമാണ് ഉപയോഗിക്കും. ഓക്കെ. ഡിപ്പെൻസ്. ഷഫീഖ് സാറിലേക്ക് തിരിച്ചു വരാം. ഷഫീഖ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. കേൾക്കാം ഡോക്ടർ. അല്ല, ഈ സ്മാർട്ട് ബോക്സ് ആണെങ്കിലും ചിക്കൻ ബോക്സ് ആണെങ്കിലും മങ്കി ബോക്സ് ആണെങ്കിലും ഏതാണെങ്കിലും വൈറൽ ഡിസീസ് ആണ്. അതിന് ഹോമിയോപ്പതിയിലുള്ളതുപോലെ സ്കോപ്പ് വേറൊരു സിസ്റ്റത്തിലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷെ അവിടെയും ഉള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് അവര് വാക്സിനേഷനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും അലോപ്പതിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വലിയ വിഷയമാണ്. പിന്നെ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞതിൽ ചെറിയൊരു ഇതുണ്ട്. നമ്മളെ പൾസ് പോളിയോ ഇവിടെ കൊടുക്കുന്ന ഓറൽ പോളിയോ വാക്സിൻ അതിന് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. അതായത് UK, US പോലുള്ള രാജ്യങ്ങളിൽ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നില്ല. പക്ഷെ അത് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ അവർ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഇപ്പൊ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2-3 മാസം ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലുള്ള ഒരു കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഓറൽ പോളിയോ വാക്സിനുള്ള അത് ഇതിന്റെയൊക്കെ വാക്സിൻ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് ഞാൻ ഈ പറയുന്നത്. ഈ വാക്സിൻ എത്രത്തോളം ബാഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടത്താത്ത കുട്ടികളെ, നടത്തുന്ന കുട്ടികളെയൊക്കെ അവർ നോട്ട് ചെയ്ത് ഡേറ്റാസ് കറക്റ്റായിട്ട് വെക്കുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളെ ആൾക്കാരെ പിന്നെ മിസ്ലീഡ് ചെയ്യുന്നതിന് തുല്യമായി പോവും എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞതിന് ഞാനൊരു ഇതായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറയാം, അതിന്റെ കാരണം പറയാം. ഡോക്ടറെ പോലെ തന്നെ ഞാനും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട്. ഇന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിലും ബ്രിട്ടനിലൊക്കെ ഇപ്പൊ പോളിയോ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റഡ് ആണ്. അപ്പൊ അവർ പറയുന്നത് ഇറാഡിക്കേറ്റഡ് കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോളിയോ വാക്സിൻ്റെ ആവശ്യമില്ല. അതൊന്ന്. രണ്ടാമത്, നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടില്ല. ഈ പോളിയോ വാക്സിൻ കൊടുക്കുന്ന കുട്ടികളുടെ മലത്തിൽ പോളിയോ വൈറസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു ഏരിയയിൽ പോളിയോ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പോളിയോ വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്ക് രോഗം വരും. എന്താന്ന് വെച്ചാൽ ഈ പോളിയോ വാക്സിൻ എടുക്കുന്ന കുട്ടികളുടെ മലത്തിൽ ഈ പോളിയോ വൈറസ് വരും. ഇത് സംഹൗ ഓർ അനദർ ഇത് വല്ല വെള്ളത്തിലും അതിലുമൊക്കെ വന്ന് പെട്ട് ഇത് വന്ന് ഈ വാക്സിനേഷൻ ചെയ്യാത്ത കുട്ടികൾ ഉപയോഗിച്ചാൽ ആ കുട്ടികൾക്ക് പോളിയോ വരും. അതുകൊണ്ടാണ് എടുക്കുമ്പോൾ
ഒരു ഏരിയയിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ ഈയിടെ അഫ്ഗാനിസ്ഥാനിൽ വലിയ പ്രശ്നമായിരിക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ അവര് ഈ പോളിയോ വാക്സിന് എതിരാണ്. ഇപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് അവിടെ പോളിയോ വന്നിരിക്കുന്നു. അതിപ്പോൾ WHO അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ യാതൊരു കാരണവശാലും പോളിയോ കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത്. ഈ ഡെവലപ്ഡ് കൺട്രീസിലെ ഡോക്ടർ പറയുന്നത് പോലെ എന്തുകൊണ്ടാ കൊടുക്കാത്തത്? അവർക്ക് അല്ല ഡോക്ടറെ, അല്ല ഡെവലപ്ഡ് കൺട്രീസിൽ അത് ഇഞ്ചക്ഷൻ ഫോമിലും ഉണ്ട് ഇപ്പോഴും. അത് പക്ഷേ കോസ്റ്റ്ലി ആണ്. അല്ല ഇതിപ്പോ നമ്മള് ഓറലായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഓറലി കൊടുക്കുമ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇതിനകത്ത്. അല്ല, ഈ അമേരിക്കയില് ഒരു പിന്നെ ഏത് യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ മറന്നുപോയി, ഡോക്ടർ ശിവ എന്നും പറഞ്ഞുകൊണ്ട് ഒരു തമിഴ്നാട്ടുകാരനാണ്, PhD കാരൻ. പുള്ളി ഈ വാക്സിൻസിന്റെയൊക്കെ ബാഡ് എഫക്റ്റുകളെ കുറിച്ചുള്ള ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവിടുത്തെ FDA ഒന്നും അംഗീകാരം കൊടുത്തിട്ടില്ല അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. പക്ഷെ പുള്ളിയുടെ സൈറ്റിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഓരോ വാക്സിനും ഉള്ള സൈഡ് എഫക്റ്റ് പുള്ളി റിസർച്ച് സ്റ്റഡി നടത്തിയിട്ടുള്ള ഇത് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് FDA, കാരണം ലോബി അറിയാമല്ലോ, അവരതിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ്, കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ വാക്സിൻ എടുക്കത്തില്ല എന്നുള്ളതാണ് പുള്ളിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ അതെല്ലാം അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ വാക്സിനുകളൊക്കെ വിടുന്നത്. അതുകൊണ്ടാണ് കുറെ പേരെങ്കിലും അറിവുള്ളവർ ഇതിനെയൊക്കെ എതിർക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഡോക്ടറെ, ഇപ്പൊ എന്റെയൊക്കെ ഇപ്പൊ ഏതാണ്ട് തന്നെ എൻ്റെ ജീവിതാനുഭവങ്ങളില് എൻ്റെ ഈ നാട്ടില് അമ്പലപ്പുഴയില് ഈ എടുത്തിട്ടുള്ള ഈ പണ്ടുള്ള അത്രയും പോളിയോ ഇല്ല. പണ്ട് ഒരു കാലത്ത് ഇഷ്ടം പോലെ പോളിയോ മൈലൈറ്റിസ് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് പല ആൾക്കാരും ഈ ലോവർ എക്സ്ട്രിമിറ്റീസ് കുഴപ്പമായിട്ട് ഉള്ള ഒത്തിരി. പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല. ഇപ്പൊ അത് അങ്ങനെ പല രോഗങ്ങളും സ്മാർട്ട് പോക്സ് കാണുന്നില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ ശരിയായിരിക്കും, ചിലപ്പം 1000 പേർക്ക് എടുക്കുമ്പോൾ 2 പേർക്കുണ്ടാവാം അതിന്റെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവാം. ഇല്ലെന്ന് ഞാൻ ഡോക്ടറെ, അങ്ങനെ ഉണ്ടായ കേസുകൾ എനിക്ക് അറിയാന്നുള്ളതുണ്ട്. എന്റെ പേഷ്യൻസിന്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിക്ക് പൾസ് പോളിയോ എടുത്തിട്ട് വന്ന് ആ കുട്ടി ഒന്നും നടക്കത്തില്ല. അത് അവര് തന്നെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ്. അത് ശരി, ഞാൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു കുട്ടിയെ ചികിത്സിച്ചിട്ടുണ്ട്. പൾസ് പോളിയോ എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പം കാല് തളർന്ന ഒരു കുട്ടിയെ എൻ്റെ ഒക്കെ കൊണ്ടുവരണം, ഹൈ ടെമ്പറേച്ചറുമായിട്ട്. ഇത് ഈ ആന്റീരിയർ ഹോൺ സെല്ലിലാണല്ലോ ഇത് അഫക്റ്റ് ചെയ്യുന്ന ഈ വൈറസ്. പക്ഷെ ആ കുട്ടിക്ക് ഞാൻ കൊടുത്ത മരുന്ന് ലാത്തിറസ് 10 ആണ് ഞാൻ അന്ന് കൊടുത്തത്. ആ കുട്ടി 10 കൊടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിയുടെ കാല് നോർമലായി. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇല്ലാന്ന് ഒരിക്കലും പറയത്തില്ല. എന്തായാലും ഇതൊരു ഫോറിൻ ബോഡിയാണ്. ഇത് സാറേ, 2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയട്ടെ. ഓക്കെ, ദേവൻ ഡോക്ടറെ സംസാരിച്ചോളൂ. ഡോക്ടർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ശരി. നമസ്കാരം. നമസ്കാരം. ചർച്ച നമ്മളിപ്പോ വഴിമാറിപ്പോയി, വാക്സിനിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പൊക്കോ. അല്ല, അത് എന്തുകൊണ്ടാന്ന് പറയാം, എംപോക്സിന് അവര് വാക്സിൻ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിലോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ ഇപ്പൊ നമുക്ക് പതോളജി വെച്ചുള്ള വിവരം കിട്ടിയപ്പോഴത്തേക്ക് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ഇല്ലെന്നാണ് പറഞ്ഞത്. WHO ഇതിപ്പോ ടെക്സ്റ്റ് ബുക്കിലെ എന്തായാലും ഗീതമാടത്തിന് കുറെ നാളിന് ശേഷം കണ്ടതിൽ സന്തോഷം. അതോടൊപ്പം WHO പഠനം പറയുന്നത് ഇതിന്റെ അവസാന വാക്ക്, അതായത് അവരിപ്പോൾ ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാമെന്നാണ് അവർ പറയുന്നത്. അതിന് ആദ്യമായിട്ട് അത് മനുഷ്യരിൽ കണ്ടത് 1980-ലാണ്. 1950-കളിലാണ് ഈ എംപോക്സ് എന്ന് പറയുന്നത് ഇവിടെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഡെൻമാർക്കിലോ മറ്റാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇതൊക്കെ WHO പഠനത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം അത് 1980-ലാണ് മനുഷ്യരിലേക്ക് വന്നത്. ഇപ്പോൾ പുതിയ അവര് പറയുന്നത് ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാം എന്ന് തന്നെയാണ് പകരുന്നത്. അപ്പോഴും WHO തന്നെ പറയുന്നത് സപ്പോർട്ടീവ് കെയർ മതി,
ട്രീറ്റ്മെന്റ് ഉണ്ട്. തനിയെ മാറാം, തനിയെ മാറാവുന്ന, നമ്മൾ അത്ര ഭയപ്പെടേണ്ട ഒരു അസുഖമൊന്നുമല്ല എന്നവർ പറയുന്നില്ല. തനിയെ മാറാം, ചില റിക്കവറി ചെയ്യും എന്നാണ് പറയുന്നത്. റിക്കവറി ഉണ്ടാവും. അതോടൊപ്പം സപ്പോർട്ടീവ് കെയർ എന്നാണ് ഇപ്പൊ പറയുന്ന പേര്. ഈ സപ്പോർട്ടീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യല് അല്ല ഫിസിയോളജിക്കല്, ഫിസിക്കല്, സോഷ്യൽ സൈക്കോളജിക്കൽ. അപ്പൊ അത്രയും സംഭവം ഹോമിയോപ്പതി രീതി തന്നെയാണ്. അവിടെ സിംറ്റം ഒക്കെ നോക്കി ഒരു സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കും, സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കും, സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കും, ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് അവരും ഈ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംറ്റമാറ്റിക് എന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോമിയോപ്പതിക്ക് ആവുമോ എന്ന് സംശയമുള്ളത് കൊണ്ട് പുതിയൊരു പേര് സപ്പോർട്ടീവ് കെയർ എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഫലപ്രദമായ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് WHO സൈറ്റിൽ പറയുന്നുണ്ട്. എംപോക്സിന് ഫലപ്രദമായ മരുന്നുകളൊന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് WHO സൈറ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സപ്പോർട്ടീവ് കെയർ ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് ഹോമിയോപ്പതിക്ക് സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യതകളിലേക്ക് ഞാനിപ്പോ അധികം കടക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഒരു കേസ് പോലും നമ്മൾക്ക് ഇപ്പൊ ഒരു കേസ് ഇവിടെ വന്നു കൺഫേം ആയെന്ന് പറയുന്നു എന്നല്ലാതെ നമ്മൾക്കൊന്നും വരാത്ത സ്ഥിതിക്ക് നമ്മൾക്ക് സാധാരണഗതിയിൽ ചിക്കൻ പോക്സിനും മറ്റേ സ്മോൾ പോക്സ് ഇല്ലല്ലോ. സ്മോൾ പോക്സ് എറാഡിക്കേറ്റ് ചെയ്തത് കൊണ്ട് എന്നാലും സ്മോൾ പോക്സിന്റെ സിംറ്റം നമ്മൾക്കറിയാം. അപ്പം അത് ഇതിന്റെ എറപ്ഷന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നത്, വാക്സിനെ കുറിച്ച് അവസാനം ഞാൻ പറയാം. ഇപ്പൊ അതൊരു വിവാദമായിട്ട് കിടക്കണോണ്ടാണ് ഞാൻ പിന്മാറിയത് അതിൽ നിന്ന്. മാത്രമല്ല അത് ചർച്ച അതൊരു ഒരു IFPHന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചർച്ച പോകുന്നു എന്നും കൂടി തോന്നിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോ എന്തായാലും അതിനെ കുറിച്ച് പറയുന്നില്ല. ഇപ്പൊ പറയുന്നില്ല, അവസാനം ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം. ഈ എറപ്ഷൻ വരുന്നത് ഇത് മോണോഫോർഫിക് ആയിട്ടാണ് എറപ്ഷൻ വരുന്നത്. അതായത് സ്മോൾ പോക്സിന്റെ പോലെ തന്നെ എറപ്ഷൻ എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കും. അതേസമയം ചിക്കൻ പോക്സിൽ ഒരേ സമയം വെസിക്കിൾസ് കാണും, മാക്യൂൾസ് കാണും, പസ്റ്റൂൾസ് കാണും, സ്കാബ് കാണും. അങ്ങനെ എല്ലാ ടൈപ്പ് എറപ്ഷനും ഒരാളിൽ തന്നെ കാണും. അത് സ്മോൾ പോക്സിൽ ഇതില്ല. അതുപോലെ തന്നെ എംപോക്സിലും 80% കേസിലും, ഇതൊക്കെ ഏറ്റവും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ്, 80% കേസിലും ഒരേ ടൈപ്പ് എറപ്ഷൻ തന്നെയായിരിക്കും. അതായത് വിവിധ സ്റ്റേജിലുള്ള എറപ്ഷൻ ഒരാളിൽ കാണത്തില്ല. സ്റ്റേജ് പിന്നെ മാറുമ്പോൾ ഒരുമിച്ചാണ് മാറുന്നത്. മറ്റതുപോലെ ചിക്കൻ പോക്സ് പോലെ സെറ്റ് ആയിട്ട് വന്ന് നമ്മൾ ചികിത്സിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കുറച്ച് പസ്റ്റ്യൂൾസ് കാണും, കുറച്ച് വെസിക്കിൾസ് കാണും, കുറച്ച് മൈക്യൂൾസ് കാണും. അങ്ങനെ ഉണ്ടാവത്തില്ല. മറിച്ച് അതെല്ലാം ഒരേ സ്റ്റേജിൽ തന്നെ ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും. 20% കേസിൽ പ്ലിയോമോർഫിക് ആയിട്ടും വരാം, പ്ലിയോമോർഫിക് ആയിട്ടും വരാം. അതായത് 20% കേസിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയും വരാം. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് അത് കൂടുതൽ കാണുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ലിംഫാറ്റിക് ഇവിടെ ഗ്ലാൻസിന് പെയിൻ ഉണ്ടാവാം, ഫീവർ ഉണ്ടാകും, ക്ഷീണം ഉണ്ടാകും, പൊതുവായിട്ടൊരു എനർജിയുടെ ഒരു വൈറ്റാലിറ്റി ലോസ് ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പോക്സിനൊക്കെ കൊടുക്കുന്ന സിംറ്റം തന്നെ കൊടുക്കാം. WHO ഒരു പഠനത്തില് ഇതിൽ ഞാൻ വായിച്ചപ്പോ അവര് ഭംഗ്യന്തരേണ പറഞ്ഞൊരു കാര്യം, 1980 ഇത് പ്രത്യക്ഷപ്പെട്ടത് 1970 സ്മോൾ പോക്സ് എറാഡിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നത്. അവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇത് അതിന്റെ ഒരു വകഭേദമാണ് എന്നുള്ളത്. അവർക്ക് പറയാം. അങ്ങനെ അവർ പറയുന്നില്ലെങ്കിൽ അത് വായിച്ചെടുക്കേണ്ട ചുമതല നമ്മുടേതാണ്, ഹോമിയോപ്പതിക്കാരുടേതാണ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൻ്റെതാണ്. അതിനകത്ത് അതെ, ഇത് ഇവർ ഈ സാധനത്തെ അല്ലെങ്കിൽ സപ്രസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ എന്ന് അവർ വാക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഇല്ലാത്ത. പക്ഷെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് കോങ്കോയിൽ ഇത് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ഇത് എറാഡിക്കേറ്റ് ചെയ്തപ്പോൾ, സ്മാൾ പോക്സ് എറാഡിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇത് ഇവരൊക്കെ ഒരേ കുടുംബക്കാർ തന്നെയാണ്. ഈ പോക്സ് എന്നുള്ള അതിൽ തന്നെ ഉണ്ടല്ലോ, ഇത് ഓർത്തോപോക്സ് വൈറസ് എന്ന ഉള്ള വിഭാഗത്തിൽ പെടുന്നു. പോക്സ് എന്ന ചിക്കൻ പോക്സ് ആകാം, സ്മോൾ പോക്സും എംപോക്സും, ഇതൊക്കെ അല്ല സഹോദരങ്ങളായിട്ട് വരുമോ? ഇവരൊക്കെ ഒരേ സഹോദരങ്ങളാണ്. ഇതില് നമ്മള് എന്തായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക്
എനിക്ക് തോന്നുന്നത് പിന്നെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ഇത് പൂർണ്ണമായ കാരണം തോന്നുന്നതല്ല, പ്രത്യേകിച്ച് വൈറൽ ഡിസീസ് ആയതുകൊണ്ടും ഈ എറപ്ഷൻ ഇങ്ങനെ ആയിട്ട് വരുന്നതുകൊണ്ടും അധികം സിംറ്റംസ് ഇല്ലാത്തതുകൊണ്ടും ഫാറ്റൽ കേസ് വളരെ അപൂർവമായിട്ടാണ് അവര് WHO പോലും പറയുന്നത് ഇതായിട്ട് പറയുന്നത്. പിന്നെ യാത്ര, നേരത്തെ ഗീത മാഡം പറഞ്ഞതുപോലെ യാത്ര ചെയ്യുന്നവരിൽ കൂടുതൽ പകരാറുണ്ട്. സെക്ഷൽ കോണ്ടാക്ട് വഴി പകരാറുണ്ട്. മറ്റേ വായുവിൽ കൂടി പകരത്തില്ല, അങ്ങനെ പറയുന്നില്ല. സ്കിൻ ടു സ്കിൻ ടച്ച് ചെയ്താൽ മാത്രമേ പകരത്തുള്ളൂ. അതാണ് ഈ സെക്ഷൽ കോണ്ടാക്ട് ഒക്കെ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മാത്രമേ ഇത് പകരുള്ളൂ, അല്ലാതെ ഒരിക്കലും വായുവിൽ കൂടി ചിക്കൻ ബോക്സ് പോലെ പകരുന്നതായിട്ട് WHO പുതിയ പഠനങ്ങളിലൊന്നും കാണുന്നില്ല. പഴയ ടെക്സ്റ്റ് ബുക്കിലെ എനിക്കറിയില്ല, അപ്പൊ അതിലൊന്നും കാണുന്നില്ല. എന്തായാലും പകരാമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും മെഡിസിൻസ് മെഡിസിൻ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞല്ലോ, ചിക്കൻ ബോക്സിന് ഞാനും കൊടുക്കാറുണ്ട് പ്രിവെന്റീവ്. ഹരിഹരൻ ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റോക്സ് ആണ് ഞാൻ. പിന്നെ അത് 0/3 കൊടുക്കാനായിട്ട് ഒരു ഡോക്ടർ പറയുന്നുണ്ട്. 0/3 കൊടുത്തിട്ട് പിന്നെ 6 കൊടുത്തിട്ട് അങ്ങനെ ഉയർത്തി പോകാൻ നല്ല ആക്ഷൻ ആയിരുന്നു ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ വാങ്ങിച്ചു വെച്ചു, 1-2 കേസിൽ കൊടുത്തു. ഇപ്പോൾ പ്രിവെന്റീവ് അങ്ങനെ കൊടുക്കാറില്ല. മെഡിസിൻ നമ്മൾ ഇപ്പോ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് മെഡിസിൻ പറയാന്നല്ലാതെ നമ്മുടെ അടുത്ത് ഒരു കേസ് പോലും വരാത്ത സ്ഥിതിക്ക് ബോഡി ഫൈനും ഒക്കെ ആയിട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്നത് റെസ്റ്റോക്സ് ആണ്. പിന്നെ എറപ്ഷൻ പുറത്തേക്ക് വരാനായിട്ട് അത് കൃത്യമായിട്ട് ബ്രയോണിയ ബോറിക് എടുത്ത് വായിച്ചാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എറപ്ഷൻ റിസീഡ്സ് ചെയ്യുകയാണെങ്കിൽ ബ്രയോണിയ, ബോഡി പെയിൻ കൂടി ഉണ്ടല്ലോ, അപ്പൊ ബ്രയോണിയ ആണ് എറപ്ഷൻ. അതൊക്കെ അങ്ങനത്തെ കേസൊക്കെ വന്നാൽ, അതുകൊണ്ടാണ് ഹൈപ്പോത്തറ്റിക്കലി നമുക്ക് എറപ്ഷൻ സപ്രഷന് കുറെ ഇതുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ ആരും ശ്രദ്ധിക്കപ്പെടാത്തത് ഒരു സാധനമാണ് ബ്രയോണിയ. ബ്രയോണിയ കൃത്യമായിട്ട് അതിന്റെ മെറ്റീരിയൽ മേടിക്കാൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ബ്രയോണിയ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ റെസ്റ്റോക്സിനൊപ്പം സാധാരണഗതിയിൽ ചിലപ്പോഴൊക്കെ ഹെപ്പാർ ഉപയോഗിക്കാം. ലിംഫഡിനോപ്പതിക്ക് പെയിൻഫുൾ ആണെന്നാണ് പറഞ്ഞത്. ഹെപ്പാർ ഉപയോഗിക്കാം. പസ്റ്റുലാർ ഫോമിലേക്ക് എങ്ങാനും പോവുകയാണെങ്കിലും ഹെപ്പാർ ഉപയോഗിക്കുക. ആന്റിൻഡാർട്ട് ഇസ് വെരി ഗുഡ് മെഡിസിൻ. ഇപ്പോ എന്റെ പറയേണ്ടത് പുറത്തുനിന്ന് കമന്റ് വിടുന്ന ആന്റിൻഡാർട്ട് വരും. കാരണം ആന്റിമണി ചേർത്ത, കുതിരയ്ക്ക് ആന്റിമണി ചേർത്ത് ഇത് കൊടുത്ത നമ്മുടെ ഒരു ഹോമിയോ ഡോക്ടർ വിദേശത്തുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് വളരെ ഫേമസ് ആണ്. ആന്റിമണി ചേർത്ത് തീറ്റി കൊടുത്തതിന് ശേഷം ഈ അവിടെയുള്ള മറ്റ് ഇത് കൊടുക്കാത്ത ലായങ്ങളിലെ മറ്റു കുതിരകൾക്കൊക്കെ ഇത് ചിക്കൻ സ്മോൾ പോക്സ് വന്നപ്പോഴും ഇതിന് വന്നില്ല എന്നുള്ളൊരു പഠനം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആന്റിൻഡാർട്ട് വളരെ നല്ല മെഡിസിൻ ആണ്. ഇതിന് കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് നമ്മുടെ കോർണിയൽ കണ്ണിൽ തൊട്ട്, പണ്ട് സ്മോൾ പോക്സ് വരുമ്പോൾ കണ്ണ് പോകാറുണ്ടല്ലോ പലരുടെ, കാഴ്ച പോയവരൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. കണ്ണിൽ തൊട്ട് ന്യൂമോണിയ വരാം, അങ്ങനെ മെനിഞ്ചൈറ്റിസ് വരാം, എൻസെഫലൈറ്റിസ് ചിക്കൻ ബോക്സിനൊക്കെ അപൂർവമായിട്ട് കാണപ്പെടുന്നതാണല്ലോ. ഇതിന് മറ്റേ സ്മോൾ പോക്സിനും കാണപ്പെടാറുണ്ട്. എൻസെഫലൈറ്റിസ് വരാം. പിന്നെ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ എന്തോ പ്രിവെന്റീവ് നേരത്തെ പറഞ്ഞില്ലേ, റെസ്റ്റോക്സ്. ഈ എറപ്റ്റീവ് ഫീവർ എന്നുള്ള നിലയ്ക്ക് ഞാനും റെസ്റ്റോക്സ് തന്നെയാണ്. പിന്നെ വേരിയോളിനം, ഇതിന്റെ ഈ വേരിയോളിനം എന്ന് വെച്ചാൽ ഇതിന്റെ മോണോമോർഫിക് ഞാൻ അതാ പറഞ്ഞല്ലോ. അതായത് ഇതിന്റെ എറപ്ഷൻ പൊന്തുന്നത് സ്മോൾ പോക്സ് പോലെയാണ്. സ്മോൾ പോക്സ് പോലെ എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കും. എറപ്ഷൻ എല്ലാം ഒരേ സ്റ്റേജ് ആയിരിക്കും. ഒരേ സ്റ്റേജ്. എല്ലാം സ്റ്റേജ് എന്നുള്ള അതാണ്, സ്റ്റേജ് ആണ് കറക്റ്റ്. എല്ലാം ഒരേ സ്റ്റേജ് ആയിരിക്കും. ഡിഫറന്റ് സ്റ്റേജിലുള്ള എറപ്ഷൻസ് ഒരാളിൽ കാണത്തില്ല. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് വേരിയോളിനം സജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചിക്കൻ ബോക്സിന് വേരിസെല്ല നമ്മുടെ ഫാർമസി കിട്ടുമല്ലോ. വേരിസെല്ല ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, കൊടുത്തിട്ടുണ്ട് പണ്ട്. പക്ഷെ ഈ ചിക്കൻ ബോക്സിനും ഇതിനൊന്നും അധികം പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കാറില്ല. അത് കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. കൊടുക്കാത്തതിന്റെ കാരണം ഇപ്പൊ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൊറോണ വാക്സിൻ എടുത്ത എല്ലാവർക്കും തന്നെ വന്നു. അപ്പോൾ അവരെന്താ പറഞ്ഞത്?
അവര് പറഞ്ഞത് കൊറോണ വാക്സിൻ എടുത്താൽ വരാതിരിക്കണമെന്നൊരു നിർബന്ധമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിവെന്റീവ്. നമ്മുടെ പ്രിവെന്റീവ് എന്താ കൊമ്പുണ്ടോ? എല്ലാവർക്കും ഇത് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ ആർക്കും വരരുത് എന്ന് ശഠിക്കാൻ പാടില്ല. ചിലപ്പോൾ വരാം. അപ്പൊ ഈ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് സാധാരണഗതിയിൽ ഇൻക്യുബേഷൻ ഇപ്പൊ അവരുടെ എക്സ്പോഷർ എത്രയാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കാറില്ല. എക്സ്പോഷർ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കൊടുക്കും. എക്സ്പോഷർ ആയി കഴിഞ്ഞിട്ട് വന്നിട്ട് സാധാരണഗതിയിൽ കൊടുത്ത വലിയ ഫലമൊന്നും കിട്ടിയിട്ടില്ല. വലിയ ഫലം കിട്ടാത്തത് കൊണ്ട് പ്രിവെന്റീവ് കഴിയാവുന്നതും പ്രിവെന്റീവ് പ്രോത്സാഹിപ്പിക്കാറില്ല. അതിന്റെ കാരണം ഇതാണ്. പ്രിവെന്റീവ് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ഹോമിയോപ്പതിക് തിയറി വെച്ചിട്ട് നമ്മുടെ എല്ലാവർക്കും കൂടി ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ കുറച്ച് പേർക്ക് അത് ആക്ട് ചെയ്യത്തുള്ളൂ. അതല്ലേ ഹോമിയോപ്പതി. അപ്പൊ അത് ഹോമിയോപ്പതിയുടെ പരാജയമല്ല, അത് ഹോമിയോപ്പതിയുടെ വിജയമാണ്. എല്ലാവർക്കും ആക്ട് ചെയ്യാനായിട്ട് ഒരു യൂണിവേഴ്സൽ ആയിട്ടൊരു സംഭവം ഒന്നും ഹോമിയോപ്പതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് അവർക്കും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരിട്ട് കഴിഞ്ഞാൽ ഇതും നമ്മളിട്ട് കഴിഞ്ഞാൽ കളസോ എന്നുള്ള നേരത്തെ പറയുന്ന പോലെ അവരുടെ തെറ്റ് പറ്റിയാൽ അവരുടെ വാക്സിനേഷനിൽ തെറ്റ് പറ്റിയാൽ കുഴപ്പമില്ല. അതൊക്കെ അതിന്റെ വാക്സിന്റെ ഇതാണ്. നമ്മൾ പ്രിവെന്റീവ് കൊടുത്തിട്ട് ആർക്കെങ്കിലും വന്നാൽ അത് വലിയ തെറ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാക്സിന്റെ രാഷ്ട്രീയം കൂടി പറയാം. വാക്സിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ലോകത്തില് സ്മോൾ പോക്സ് എറാഡിക്കേറ്റ് ചെയ്തതിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ജീവിത സാഹചര്യങ്ങൾ മാറിയത് ഹൈജീൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും കൂടി അതിനൊരു ഘടകമാണ്. അല്ലാതെ വാക്സിനേഷൻ കൊണ്ടൊന്നും അല്ല. ഇത് കൃത്യമായ രീതിയിൽ ഇത്തരം പഠനങ്ങളെ തമസ്കരിച്ചത് കൊണ്ടാണ് പുറത്തേക്ക് വരാത്ത. വളരെ പ്രശസ്തനായ ഒരു മലയാളി ഡോക്ടറുണ്ട്, ജേക്കബ് പുള്ളിയേൽ. അദ്ദേഹം വാക്സിനെതിരെ അദ്ദേഹം അലോപ്പതിയിൽ ഒരുപാട് ബിരുദാനന്തര ബിരുദങ്ങളും ഇതൊക്കെയുള്ള ആൾക്കാരാണ്. അവിടെ കൃത്യമായിട്ട് വാക്സിനേഷനെ കുറിച്ച് പഠിക്കുകയും സുപ്രീം കോടതി കേസ് കൊടുക്കുകയും ആ കേസിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തതാണ്. ഇത് നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. നമ്മളത് മറക്കരുത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. വാക്സിനേഷന്റെ പിന്നിലുള്ള രാഷ്ട്രീയവും അതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ലാഭവും തീർത്തും നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെയാണ്. വാക്സിനെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ സമീപന രീതി വെച്ച് ഇപ്പൊ എംപോക്സിനും വാക്സിൻ ഉണ്ടെന്ന് WHO പറയുന്നു. ഓക്കെ ദേവൻ ഡോക്ടറെ. അപ്പൊ നമ്മൾ ഇന്ന് എംപോക്സിനെ കുറിച്ചുള്ള വിശദമായ വിവരം നമുക്ക് ആമുഖമായിട്ട് ധനീഷ് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗീത ഡോക്ടർ അതിന്റെ പത്തോളജിയെ കുറിച്ചെല്ലാം പറഞ്ഞു. അത് നല്ലൊരു നല്ലൊരു വിവരണമായിരുന്നു. നമുക്ക് വളരെയധികം അതും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹരിഹരൻ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഷഫീഖ് ഡോക്ടർ പറഞ്ഞു. ദേവൻ ഡോക്ടർക്കും പറയാനുള്ളത് പറഞ്ഞു. ഇനി സലീം കുമാർ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. എനിക്ക് ദേവൻ ഡോക്ടർ പറഞ്ഞ് നിർത്തിയോടുന്ന എനിക്ക് തുടങ്ങാനുള്ളത്, ഇതിനെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ എംപോക്സിന് സെക്ഷൽ കോണ്ടാക്ട് പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ബാക്കിയുള്ളതൊന്നും വലിയ ഒന്നും പറയുന്നില്ല. പോട്ടെ, ഞാൻ തിരിച്ചു വരാം. ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ ദേവൻ ഡോക്ടർ കംപ്ലീറ്റ് ചെയ്യാതിരുന്നൊരു ഭാഗം പറയുകയാണ്. കാരണം സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ന്യായം ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് തെറ്റാണ്. അത് കാരണം എന്ന് വെച്ചാൽ ഏത് വൈറസ് വന്നാലും ഭൂമിയിൽ അതിനധികം കാലം നിലനിൽപ്പില്ല. ഒന്നുകിൽ അതിന് മ്യൂട്ടേഷൻ സംഭവിച്ച് ഒന്ന് വിർലന്റ് ആയിട്ട് മാറാം, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലൈനിൽ പോവാം. അപ്പൊ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായ വൈറസുകളൊക്കെ അങ്ങനെയാണ്. ഒരു വൈറസ് അധികം കാലം അങ്ങനെ നിൽക്കില്ല. ഒരു 10, 12, 15, 20 കുറച്ച് കൊല്ലത്തോളം ഇങ്ങനെ നിൽക്കുകയും അതിൻ്റെയൊക്കെ സ്വഭാവം മാറി വേറെ ഇതായിട്ട് മാറും. നമ്മളിന്ന് കാണുന്ന ചിക്കൻ ബോക്സുകൾ പോലും പണ്ടത്തെ ചിക്കൻ ബോക്സ് അല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. പണ്ടത്തെ ചിക്കൻ ബോക്സ് പോലെയാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ രോഗം മാറിപ്പോകും. അതുപോലെ എപ്പോഴും ഈ തീവ്രമായ ഒരു വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ 5-6 കൊല്ലം കൊണ്ട് കമ്പനികളുടെ വാക്സിൻ ഇറക്കും. ഈ വാക്സിനൊക്കെ ഇറക്കി അതിന്റെ ട്രയലിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ വന്നിരിക്കുന്ന ഈ വൈറസ് ഡിസീസ് കാലഹരണപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ വാക്സിൻ ഇറങ്ങിയപ്പോഴേക്കും ഏതാണ്ട് സ്മോൾ പോക്സ് ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. ഉടനെ ക്രെഡിറ്റ് മുഴുവൻ വാക്സിൻ കൊണ്ടുപോയി. ഇത് പല കാര്യങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. ഈ വാക്സിൻ കൊണ്ടാണ് ഇതൊക്കെ മാറുന്നതെങ്കിൽ പ്ലേഗ് എന്തുകൊണ്ട് മാറി ഒരു വാക്സിനും ഇല്ലാതെ? പ്ലേഗ് ഒരു വൈറസ് ഡിസീസ് അല്ല, ബാക്ടീരിയൽ ഡിസീസാണ്. എന്നിട്ട് പോലും അപ്പൊ ഇതിനൊക്കെ മാറിയതിനൊക്കെ നമ്മൾ തെളിവ് വരേണ്ടി വരും. പിന്നെ ഇനി പോളിയോ വാക്സിനേഷൻ്റെ കാര്യത്തിലൊക്കെ നേരത്തെ പറഞ്ഞു. പോളിയോ വാക്സിന്റെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ അദ്ദേഹം അധികാരത്തിലേക്ക് അദ്ദേഹത്തിന് കൊച്ചുണ്ടായി. അപ്പൊ ആ കൊച്ചിന് അദ്ദേഹം പോളിയോ വാക്സിൻ കൊടുത്തില്ല. എന്താണെന്ന് പത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്കും ഡോണ്ട് ഇന്റർഫിയർ ഇൻ മൈ പേഴ്സണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട്
ആ പത്രക്കാരനോട് അതേസമയം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം പോളിയോ വാക്സിൻ കയറ്റുമതി ചെയ്യുന്നതാണ്. അപ്പോൾ ടോണി ബ്ലെയർക്ക് വിവരമുണ്ട്, നമ്മളെ പലർക്കും ആ വിവരമില്ല. അപ്പൊ അതുകൊണ്ട് വാക്സിൻ കൊണ്ടാണ് ഈ ലോകത്തുനിന്ന് ഈ അസൂരി പോയെന്ന് നമ്മൾ ഹോമിയോപ്പതിക്കാരെങ്കിലും ദയവേത് ജനത്തോട് പറയില്ലേ, ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. പറയുന്നൊരു അപ്പൊ ഈ വാക്സിൻ കൊണ്ട് മാത്രമല്ല, വൈറസുകൾക്ക് കുറച്ചുകൾ കഴിയുമ്പോൾ നിലനിൽപ്പില്ല. അതുകൊണ്ടും കൂടി ഇപ്പൊ ഇല്ല. അങ്ങനെയും അതുകൊണ്ട് ചിന്തിക്കണം. കൂടിയാണ് ഇല്ലാണ്ടായത്. പക്ഷെ അത് നമ്മളൊരു ബിസിനസ് വൈദ്യശാസ്ത്രം അത് ആ രീതിയിൽ പറയിപ്പിക്കില്ല. അതുകൊണ്ടാണ് നമ്മളത് തിരിച്ചറിയണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പ്ലേഗ് മാറി വിടുന്നു? അതുകൊണ്ട് മാത്രമല്ല വാക്സിൻ വന്നിട്ടില്ല, ജീവിത ശൈലികൾ മാറി, ശൈലികൾ കൂടുതൽ മാറി. ഹൈജീനിക് ആൾക്കാർ ആയിട്ട്. അതെ, സോപ്പിട്ട് കുളിക്കാനൊക്കെ കൂടുതൽ തുടങ്ങി, പല്ലിയൊക്കെ ആൾക്കാരെല്ലാം തുടങ്ങി. ഹൈജീനിക് ആണ് അല്ല, പഴയതിനെ അതിനൊരു പ്രധാന തെളിവാണ് ഇപ്പം ഈ വിരകളൊന്നും ആർക്കും പോണില്ലല്ലോ. ഇല്ല. രണ്ടാമത്തെ നേരത്തെ പോണില്ല. ഷെഫിക് ഡോക്ടർ പറഞ്ഞു കൊടുത്തും കൂടി എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാല് ഈ നമ്മുടെ ആദിവാസി ഊരുകളിൽ കുറെ അധികം പേർക്ക് പോളിയോ വാക്സിനേഷൻ എടുത്തതിന് ശേഷം പോളിയോ വന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്തരം വൃത്തി ഇല്ല. നിരവധി കുട്ടികൾ വയനാട്ടിലെ ആദിവാസി കുട്ടികൾക്ക് പോളിയോ വന്നിട്ടുണ്ട്. ഇവരൊക്കെ പോളിയോ വാക്സിൻ എടുത്തവരാണ്. അതിന്റെ പേരില് കലാകൗമുദി പണ്ടൊരു ആർട്ടിക്കിൾ എഴുതുകയും ഞാൻ ആ വിവാദത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയോ കലാകൗമുദി അവസാനിപ്പിച്ചത് ആ വിവാദം. അതിന് അവര് പറയുന്ന അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് എന്നാ, പോളിയോ എന്നുള്ള പേര് മാറ്റിയിടും. പോളിയോ വാക്സിൻ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പോളിയോ എന്ന് വിളിക്കത്തില്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഡോക്ടറെ, അവർക്ക് എല്ലാത്തിനും പുതിയ പേരുണ്ടല്ലോ. ഇപ്പൊ ഈ കോവിഡ് വാക്സിൻ എടുത്ത് മരിക്കണവർക്ക് സഡൻ അഡൽട്ട് ഡെത്ത് സിൻഡ്രോം, സാക്സ്, പുതിയ പേരങ്ങ് കിട്ടാൻ മതിയല്ലോ. അല്ല, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിയോ വാക്സിൻ വരുന്നതിന് മുൻപ് ഈ ലോകത്ത് ആരുടെയെങ്കിലും കാല് അരക്ക് കീഴോട്ട് ഏത് കുട്ടികളും തളർന്നു പോയാൽ അത് മുഴുവൻ പോളിയോ ആയിരുന്നു. പോളിയോ വാക്സിൻ നിലവിൽ വന്നതിന് ശേഷം അതിനകത്ത് വൈറസ് ഉണ്ടോ എന്ന് മലമൊക്കെ പരിശോധിച്ച് കൊച്ചിനെ പരിശോധിച്ച് കണ്ടെത്തിയെങ്കിൽ മാത്രമേ അത് പോളിയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നിയമമാക്കി. അതിനു മുമ്പ് ആർക്ക് കാല് തന്നാലും പോളിയോ ആയിരുന്നു. ലോകത്തെ നിയമം അങ്ങനെയായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ബിസിനസ് വൈദ്യശാസ്ത്രത്തിന്റെ കളി. അല്ല ഡോക്ടറെ, നേരത്തെയൊക്കെ മരണനിരക്ക് നോക്കിയാണ് ഇതിനെ ഇത് ചെയ്തിരുന്നത്, ഡിക്ലെയർ ചെയ്തിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അതിന്റെ റിപ്പോർട്ട്, അതായത് പിന്നെ പോസിറ്റീവ് റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇപ്പം. പോസിറ്റിവിറ്റി വെച്ചാണ്. അപ്പൊ ഇതൊക്കെ അവരുടെ ബിസിനസ്സുകളിലെ അവരുടെ ഓരോ ഇത് തന്നെയാണ്. ഓക്കെ ഷഫീഖ് ഡോക്ടർ. ഇനി ഏതാ അനിൽകുമാർ ഡോക്ടർ തല കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ ഡോക്ടർ? ഒന്ന് ഷോർട്ടാക്കി പറയണേ, നമ്മളെ സമയം കഴിയാറായി, 29 കയറിയപ്പോഴത്തേക്ക് 24 ന്യൂസ് കണ്ടപ്പോ ഈ എംബോക്സിനെ കഴിയുമ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് ഒരു 4 വാക്സിനാണ്. അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അനിൽകുമാർ ഡോക്ടറുടെ ഫോണിന്റെ റേഞ്ച് അതുകൂടാതെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ WHO എന്ന് പറയുന്നത് പഴയതുപോലെ എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവര് പലരുടെയും റബ്ബർ സ്റ്റാമ്പുകളാണ്. കാരണം ഈ പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യം എന്താണ്? എംബോക്സ് എന്ന് പറയുന്നത് അതിന് രസം അതല്ല. പിന്നെ ഞാൻ അത് സിംറ്റംസ് ഒക്കെ നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ ബോക്സിന്റെ ചേട്ടനും സ്മാൾ ബോക്സിന്റെ അനിയനുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സിംറ്റം ബേസ് ഹോമിയോപ്പതി മെഡിസിൻ വർക്ക് ചെയ്യും. ഇപ്പൊ ആരും ഒരു എംബോക്സ് വന്നാലും നമുക്ക് ആർക്കും ഇപ്പൊ അങ്ങോട്ട് പോയി കാണാൻ പറ്റില്ല. കോവിഡ് പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നാളെ നമ്മുടെ ക്ലിനിക്ക് വരാം, നമ്മൾ മരുന്ന് കൊടുക്കുക, കുറയ്ക്കുക, അത്ര തന്നെ. രണ്ട് പ്രിവെന്റീവ് കൊടുക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. ഒരു പ്രശ്നവുമില്ല. അതാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, സലീംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കും, നേരത്തെ ചെയ്തതായിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ആണോ? അതെ. ഓക്കെ, പ്രോഗ്രാമിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. മറിയാമ്മ ഡോക്ടർ ഉണ്ടോ? നന്ദി ഷൈല ഡോക്ടറെ. എന്തായാലും നമുക്ക് സമയം തികഞ്ഞില്ല എന്നുള്ളതാണ് ഭയങ്കര അതിശയകരമായ ഒരു കാര്യം. നമ്മള് ഒന്നും എത്തിയിട്ടില്ല. അനിൽകുമാർ ഡോക്ടർ പ്രിവെന്റീവിന്റെ കാര്യം പറഞ്ഞു. ഡോക്ടർക്ക് എന്തെങ്കിലും പ്രിവെന്റീവായിട്ട് സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ. എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് റെസ്റ്റോക്സ്, 2 മലാൻഡ്രിനം. റെസ്റ്റോക്സും മലാൻഡ്രിനും ഇപ്പൊ അനിൽകുമാർ ഡോക്ടർ പറഞ്ഞു. ദേവൻ ഡോക്ടർ റെസ്റ്റോക്സ് പറഞ്ഞു, വേരിയോളിനും പറഞ്ഞു.
ഹരിഹരൻ ഡോക്ടർ എന്താ റെസ്റ്റോക്സാ പറഞ്ഞത്. ഹരിഹരൻ സാറ് റെസ്റ്റോക്സ് 1 എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് അങ്ങനെ ധൈര്യമായിട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കൊടുക്കാം. അപ്പൊ പിന്നെന്താ. നമുക്ക് പിന്നെ നമുക്ക് തയ്യാറായി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഇപ്പൊ WHO ദേവൻ ഡോക്ടർ പറഞ്ഞ WHO സൈറ്റിൽ സിംറ്റംസ് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് റെപ്പർട്രൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അതിനും ഒരു ജീനസ് എപ്പിഡമിക്സ് വരാമല്ലോ. അതിൽ വിശദമായിട്ട് എല്ലാ സിംറ്റം ഉണ്ട്. എല്ലാ സിംറ്റം ഉണ്ട്. ആ സിംറ്റം വെച്ചിട്ട് നമ്മൾ റെപ്പർട്രൈസ് ചെയ്താൽ ഒരു മെഡിസിൻ വരും, അത് തന്നെ പ്രിവെന്റ് ചെയ്യും. വൈറൽ ഡിസീസ് എന്നുള്ള നിലയിൽ നമുക്ക് തൂജയും നോക്കാം. സൂര്യൻ നോക്കാം. രണ്ടാമത് ഒരു കാര്യം കൂടെ, സൂര്യൻ വൈറൽ preventive ആയിട്ട് ഡിസീസിന് കൊടുക്കാം. അലോപ്പതിയിൽ മെഡിസിൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് അവർ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹോമിയോപ്പതിക്ക് വളരെ നല്ല സ്കോപ്പ് ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ഡോക്ടർ. നമുക്ക് ഒരു ധൈര്യമായി എന്തായാലും നമുക്കൊരു പ്രിവെന്റീവ് ആയിട്ടും ട്രീറ്റ്മെന്റ് നോക്കാമെന്നുള്ളൊരു ധൈര്യമായിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. 2005 വന്ന ലോകത്തിൽ പാസ്സാക്കിയിരിക്കുന്ന ഹെൽത്ത് റെഗുലേഷൻസ്, അതാണ് ഇതിന്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത്. അപ്പൊ അതിനൊക്കെ എതിരായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയാണ് തിരുവനന്തപുരത്ത് കൂടുന്നത്. എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നുകൂടി. കാരണം ഇത് 2005 തന്നെ ഇവർ പാസ്സാക്കിയിട്ടുണ്ട്. അതിന് WHO നേതൃത്വത്തിൽ ഒരു സമിതി തന്നെയുണ്ട്. അതായത് ഈ ഇങ്ങനെയുള്ള എമർജൻസി കണ്ടീഷൻസിൽ അവര് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഹെൽത്ത് ബില്ലിൽ നമ്മളിപ്പോൾ കൃത്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നേനെ. കൊറോണയ്ക്കൊക്കെ ഈ റെഗുലേഷൻ കൊണ്ടുവരുന്നത് അത് വെച്ചുകൊണ്ടാണ്. ഈ സാധനം ഓൾറെഡി അവര് ഓരോ രാജ്യത്തേക്ക് നടപ്പിലാക്കിയില്ലെങ്കിൽ പൊതുവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ രാജ്യത്തും അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ പ്രതികരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് എല്ലാവരും സഹകരിക്കണം എന്നുകൂടി ഈ സമയത്ത് ഞാൻ എത്തിക്കും. തീർച്ചയായിട്ടും. എന്തായാലും നല്ലൊരു ചർച്ച നമുക്കിന്ന് നടന്നു. നമുക്ക് ഇനി കാത്തിരിക്കാം. ഇത് പകർച്ചവ്യാധിയായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആയുധങ്ങളുമായിട്ട് ഇറങ്ങാം. അങ്ങനെ ഇന്നത്തെ ഈ നമ്മുടെ ചർച്ചയിൽ ആമുഖമായി സംസാരിച്ച ഡോക്ടർ ധനേഷ് ഡോക്ടർ, അതുപോലെ പതോളജിക്കൽ ഇതായിട്ട് സംസാരിച്ച ഗീത മാഡം, നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ഹരിഹരൻ സാറ്, ഷഫീഖ് ഡോക്ടർ, ദേവൻ ഡോക്ടർ, സലിംകുമാർ ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി പറഞ്ഞ മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്തായാലും എംപോക്സ് എന്ന് പറയുന്ന ഡിസീസ് അത്ര വ്യാപകമായിട്ടൊന്നും വന്നില്ല, വരൂല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഈ ചർച്ച നടക്കുകയും എന്തായാലും ഈ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടുകയും ചെയ്തു കാണും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അതുകൊണ്ട് ഒരു കോൺഫിഡൻസോട് കൂടി ഇരിക്കാം. ഒരു പക്ഷേ എംപോക്സ് വന്നാലും നമുക്ക് പ്രവർത്തിക്കാനുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്.